പാപവും സൗഖ്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ മനുഷ്യനെ കർത്താവ് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ കർത്താവ് അവന് മനസ്സിലാക്കി കൊടുത്തു, അല്ലെങ്കിൽ അവൻ കർത്താവിനെ മനസ്സിലാക്കി തന്നെ സൗഖ്യമാക്കിയ ആളായി നിൽക്കുന്നത്. യേശു അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അതിനകത്ത് എന്തോ ഒരു സംഭവമുണ്ട് അല്ലേ? അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. ഇപ്പം ഭവിച്ചത് ഭവിച്ചു, ഇനി ഇതിനേക്കാളും വഷളത്വത്തിൽ കാര്യം മുമ്പോട്ട് പോകാതിരിക്കാൻ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അപ്പം ഇതുവരെ അവിടെ കിടന്നതിന് പിന്നിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഇനി പാപം ചെയ്യരുത്, ചെയ്താൽ അധികം തിന്മയായത് ഭവിക്കും. അപ്പോൾ അവനെ കർത്താവ് സൗഖ്യമാക്കിയത് അവൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനം കൂടെ കൊടുത്തുകൊണ്ടാണ്. അവൻ്റെ പാപത്തെ പരിഹരിച്ചുകൊണ്ടാണ് അവനെ കർത്താവ് സൗഖ്യമാക്കിയത്. ഇതറിയണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതുപോലൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്ത വിധം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലൊരു പാർട്ടി അവിടെയും വന്നത്. അവിടെ യേശു തൻ്റെ വീട്ടിലായിരുന്നു, കഫർന്നഹൂമിലായിരുന്നു. ഭയങ്കര ആൾത്തിരക്കാണ്. അവിടെ ആളുകൾക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. ഒടുവിൽ എന്ത് ചെയ്തു? ഈ പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നു കൊണ്ടുവന്നു. അവർ ആ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചിട്ട്, അങ്ങനെ ഒരു സംവിധാനം അന്നത്തെ വീടുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലാബൊക്കെ മാറ്റി ആ വീടിനകത്തേക്ക് രോഗിയെ ഇറക്കി വെച്ചു. കർത്താവ് നോക്കിയപ്പോൾ എത്ര വലിയ വിശ്വാസമാണ്! ആൾക്കൂട്ടം കണ്ടിട്ട് അകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് വീടിൻ്റെ മേൽപ്പുര പൊളിച്ചത് അവിടെയുള്ള സംവിധാനമാണ്. മേൽപ്പുര പൊളിച്ചതല്ല വലിയ കാര്യം. ഈ 4 പേർ ഈ മനുഷ്യനെ ചുമന്ന് അതിൻ്റെ മുകളിൽ കൂടി താഴേക്ക് ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറഞ്ഞ മറുപടി എന്താ? സൗഖ്യമാകുക എന്നല്ല, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? സകലവിധ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പാപമാണ്. പാപം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ രോഗം മാറി, ശാപം മാറി, സാമ്പത്തിക പ്രശ്നം മാറി, സകലവിധ അരിഷ്ട അവസ്ഥകളും അരക്ഷിത അവസ്ഥകളും നമ്മിൽ നിന്ന് മാറും. പാപമാണ് മാറേണ്ടത്. രോഗം സൗഖ്യമാകാനായിട്ട് ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഇന്ന് സുവിശേഷ പ്രസംഗ വേദികളിലൊക്കെ വിളിച്ചു പറയുന്ന സുവിശേഷം രോഗം സൗഖ്യമാക്കുന്ന യേശുവിനെയാണ്. സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ ശരിയാകണമെങ്കിൽ നല്ല ബാങ്ക് ഉദ്യോഗസ്ഥരുടെയൊക്കെ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ്, സാമ്പത്തിക വിദഗ്ധന്മാർ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. 10,000 രൂപ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിശ്ചിത വർഷം കഴിയുമ്പോൾ അതെങ്ങനെ ഡബിൾ ആക്കാം, അതിനെ അപ്പുറത്തൊക്കെ ആക്കാം എന്നൊക്കെ പറഞ്ഞു തരും. ലോൺ എടുക്കാതെ എങ്ങനെ വീട് പണിയാം, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല സാമ്പത്തിക ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. ലോൺ തരാൻ ബാങ്കുകളുണ്ട്. സമ്പത്ത് അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കൽ വരണ്ട. രോഗം സൗഖ്യമാക്കാൻ നല്ല വിദഗ്ധന്മാരായ ഡോക്ടർമാരുണ്ട്. മാനസിക പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ ഇവിടെ മാനസിക രോഗ വിദഗ്ധന്മാരുണ്ട്. അങ്ങനെ എന്ത് പ്രശ്നമാണോ മനുഷ്യനിവിടെ അനുഭവിക്കുന്നത്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ഇവിടെ വിദഗ്ധന്മാരുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണമായ പാപത്തിന് പരിഹാരം വരുത്താൻ മാത്രം ഈ ലോകത്തിൽ ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. ഒരു മനുഷ്യനും മറ്റൊരുവന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. പാപം മാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാകും. പാപം മാറിയാൽ സാമ്പത്തിക വിദഗ്ധന്റെ അടുക്കൽ പോകേണ്ടതില്ല. പാപം മാറിയാൽ രോഗസൗഖ്യം തേടി മറ്റൊരിടത്ത് പോകേണ്ടതില്ല. നോക്കുക പ്രിയമുള്ളവരെ, നമ്മെ സൗഖ്യമാക്കുവാൻ